ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഫേമസ് ടെമ്പിളായ ഓലയമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തപസ്ശ്രേഷ്ഠനായ ശ്രീ വില്ലുമംഗലം സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായതാണ് ഈ ക്ഷേത്രം. സഞ്ചാരപ്രിയനും മഹാസിദ്ധനുമായ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ഒരിക്കൽ കാവേരി ദർശനം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ ഒരു സന്ധ്യാസമയത്ത് അന്ന് ഉദയഗിരി എന്നറിയപ്പെടുന്നതും ശിവസാന്നിധ്യം കൊടികൊള്ളുന്നതുമായ ഇന്ന് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുമായ സ്ഥലത്ത് എത്തിച്ചേർന്നുവത്രേ. സന്ധ്യാവന്ദനത്തിനും സ്വയംഭൂ ശിവചൈതന്യത്തിൽ പൂജ ചെയ്യുവാനും ആഗ്രഹിച്ച സ്വാമിയാർ ജലത്തിനായി ചുറ്റും അലഞ്ഞെങ്കിലും ഫലം നിരാശയായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാറപ്പരപ്പുകളിൽ ജലാംശത്തിൻ്റെ സൂചന പോലും ഇല്ലായിരുന്നു. നിരാശനായ സ്വാമിയാർ തൻ്റെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു. സ്വാമിയാർക്ക് മുന്നിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനായി പ്രത്യക്ഷപ്പെട്ടു. സ്വാമിയാരോട് കണ്ണുകൾ അടച്ചിരിക്കാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ വിശ്വരൂപത്താൽ തൻ്റെ വലിയ തൃപ്പാദം പാറയിൽ ചവിട്ടി താഴ്ത്തിയപ്പോൾ നിർമ്മല ജലം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കുളം പാദമുദ്രയുടെ ആകൃതിയിൽ രൂപപ്പെട്ടു. എന്നാൽ മീനുകളില്ലാത്ത കുളത്തിലെ ജലത്തിൻ്റെ പരിശുദ്ധിയിൽ സംശയം തോന്നിയ തൻ്റെ ഭക്തൻ്റെ ഇംഗിതം അനുസരിച്ച് ഭഗവാൻ കുളത്തിൽ സ്വാമിയാർക്ക് ദർശിക്കാവുന്ന വിധം വലിയ മീനുകളെയും കാട്ടിക്കൊടുത്തു. സന്തോഷവാനായ സ്വാമിയാർ കുളത്തിൽ മുങ്ങിക്കുളിച്ച് സന്ധ്യാവന്ദനം നടത്തി സായൂജ്യം അടഞ്ഞുവെന്നും ഇരു കൈയിലും വെണ്ണയേന്തി ചിരിതൂകി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ കൃഷ്ണശിലാവിഗ്രഹം ഈ പാറപ്പുറത്ത് പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി കുറച്ചുകാലം ഇവിടെ ഏകാന്തവാസം നടത്തി എന്നുമാണ് ഐതിഹ്യം. കണ്ണൻ്റെ പാദസ്പർശമേറ്റ് പരിപാവനമായ മീനും കുളവും ഉള്ള ഈ ഭൂമി പിന്നീട് മീൻകുളം എന്ന പേരിൽ പ്രസിദ്ധമായി. പാറപ്പുറത്ത് ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഏകദേശം 15 അടി നീളത്തിലുള്ള ഉണ്ണിക്കണ്ണൻ്റെ വിശ്വരൂപത്താൽ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന വലിയ പാദമുദ്ര തീർത്ഥക്കുളത്തിൻ്റെ മധ്യഭാഗത്ത് വെള്ളത്തിനടിയിൽ വിശ്വാസത്തിൻ്റെ നേർസാക്ഷിയായി ഇന്നും നിലനിൽക്കുന്നു.